ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണി എന്ന വീട്ടമ്മയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹർജിയുമായി ഹൈക്കോടതിയിൽ. എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ പറയുന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ബജറ്റിൽ പണം വകയിരുത്തി. മാളച്ചാലിൽ സ്ലൂയിസ് നിർമ്മാണം യാഥാർത്ഥ്യമാകും. സ്ലൂയിസ് നിർമ്മാണത്തിനായി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ മോഷണ പരമ്പര തുടരുന്നു. ഒരാഴ്ചക്കിടയിൽ ഇന്നലെ നടന്നത് 3ാമത്തെ മോഷണം. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണി എന്ന വീട്ടമ്മയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹർജിയുമായി ഹൈക്കോടതിയിൽ. എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ഹർജിയിൽ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ഹർജിയിൽ ആരോപിക്കുന്നു. ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഭവത്തിൽ പ്രതി ചേർത്തിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്നയാളാണ് വ്യാജവിവരം കൈമാറിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ബജറ്റിൽ പണം വകയിരുത്തി. മാളച്ചാലിൽ സ്ലൂയിസ് നിർമ്മാണം യാഥാർത്ഥ്യമാകും. സ്ലൂയിസ് നിർമ്മാണത്തിനായി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മാളച്ചാലിൽ ഉപ്പ് കയറുന്നത് തടയുന്നതിനും വർഷക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പുതിയ സ്ലൂയിസ് നിർമ്മിക്കുന്നതിനും കേടുവന്ന സ്ലൂയിസ് പൊളിച്ചുമാറ്റുന്നതിനും കഴിഞ്ഞ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിരുന്നു. എന്നാൽ പണമില്ല എന്ന കാര്യം പറഞ്ഞ തീരുമാനം അനന്തമായി നീണ്ടുപോയി. ഇതിനെ തുടർന്ന് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് തീരുമാനം നടപ്പിലാക്കാൻ ഹൈക്കോടതിയും ഉത്തരവിട്ടു. എന്നാൽ ഹൈക്കോടതി ഉത്തരവും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് കോടതിയലക്ഷ്യം ഫയൽ ചെയ്തു. മാളച്ചാൽ നവീകരണവുമായി നബാർഡിന്റെ പണം ലഭിക്കുമെന്നും അതുപ്രകാരം നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കോടതിയിൽ സത്യവാങ് ഫയൽ ചെയ്തു. എന്നാൽ നബാർഡിന്റെ പദ്ധതിയും നടപ്പിലായില്ല. തുടർന്ന് ചാലക്കുടിയിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് അദാലത്തിൽ പരാതി നൽകി. MLA പണം നൽകിയാൽ സ്ലൂയിസ് നിർമ്മാണം നടത്താമെന്നായിരുന്നു പഞ്ചായത്ത് നിലപാട്. ജലസേചന വകുപ്പിനോട് നടപടി സ്വീകരിക്കാൻ അദാലത്തിൽ വെച്ച് മന്ത്രി K രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് നവകേരള സദസ്സിലും ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകി. വർഷങ്ങളായി മാളച്ചാൽ ഉപ്പ് കയറി മലിനമായിരുന്നു. കൂടാതെ വർഷക്കാലങ്ങളിൽ 50 വർഷത്തിലധികം പഴക്കമുള്ള തകർന്ന സ്ലൂയിസിൽ മഴവെള്ളം ഭാഗികമായി തടയുന്നതിനാൽ മുഴുവനായി ഒഴുകിപ്പോയിരുന്നില്ല. ഇതിനാൽ മാളക്കുളം മുതൽ KSRTC വരെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പുതിയ സ്ലൂയിസ് വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂരിൽ മോഷണ പരമ്പര തുടരുന്നു. ഒരാഴ്ചക്കിടയിൽ ഇന്നലെ നടന്നത് 3ാമത്തെ മോഷണം. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ഓഫീസ് റൂമിന്റെ ഷട്ടറിലെയും ചില്ലുവാതിലെയും താഴുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലാണ്. ഇന്ന് രാവിലെ 8 മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ ഇത് 3ാം തവണയാണ് കൊടുങ്ങല്ലൂരിൽ മോഷണം നടന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വ്യത്യസ്തമായ കണ്ടുപിടുത്തവുമായി മാള സ്നേഹഗിരി ഹോളി ചൈൽഡിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ. വർക്കിംഗ് മോഡൽ സ്മാർട്ട് അയൺ ബോക്സ് നിർമ്മിച്ചാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിലെ യശസ്സുയർത്തിയത്. നാം ജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അയൺ ബോക്സ്. തിരക്കേറിയ ഈ ലോകത്തിൽ അയൺ ചെയ്ത് ശേഷം ഓഫാക്കാൻ മറക്കുന്നത് പതിവാണ്. ഇത് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വലുതാണ്. ഇതിന് പരിഹാരമായാണ്
സ്മാർട്ട് അയൺ ബോക്സ് നിർമ്മിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആർഡിനോ, സെർവോ മോട്ടോർ, റിലേ മൊഡ്യൂൾ, ടച്ച് സെൻസർ, ഗൈറോസ്കോപ്പിക് സെൻസർ. നമ്മൾ അയൺ ചെയ്യുമ്പോൾ അത്യാവശ്യമായ ഒരു കോൾ വരികയാണെങ്കിൽ അഥവാ അയൺ ബോക്സ് ഓഫാക്കാൻ മറക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ അയൺ ബോക്സിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഗൈറോസ്കോപ്പിക് സെൻസർ എങ്കിൽ അളക്കുകയും ടച്ച് സെൻസറിൽ ടച്ചില്ല എന്ന് ഉറപ്പുവരുത്തി ആർഡിനോ സെർവോ മോട്ടോർ 90 ഡിഗ്രി തിരിക്കുകയും അതുവഴി അയൺ ബോക്സ് പൊന്തി നിൽക്കുകയും ചെയ്യും. 10 സെക്കൻഡ് ഉപയോഗിക്കാതെ വയ്ക്കുമ്പോൾ റിലേ മൊഡ്യൂൾ പവർ സപ്ലൈ കട്ട് ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ ചെലവ് വളരെ കുറവാണെന്നും സുരക്ഷിതവും സുഖകരവുമായ അയണിംഗ് ആണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ TS വിനീഷ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ്, PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ, വിദ്യാർത്ഥികളായ സാവിയോൺ AS, അർജുൻ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിൽ ഹോട്ടൽ ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. തെക്കേനടയിലെ ദേവി ദുർഗ ഹോട്ടലിലായിരുന്നു സംഭവം. പൃഷ്ഠഭാഗത്ത് കുത്തേറ്റ ഇരിങ്ങാലക്കുട നടവരമ്പ് സ്വദേശി കണ്ണംകുളം വീട്ടിൽ 50 വയസ്സുള്ള ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജീവനക്കാരനായ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും തമ്മിലുണ്ടായ പിടിവലിക്കിടയിൽ വിജയന്റെ കയ്യിലുണ്ടായിരുന്ന കറിക്കത്തി കൊണ്ട് ബൈജുവിന് കുത്തേൽക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ അഴിക്കോട് പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. അഴിക്കോട് പുത്തൻപള്ളിക്ക് പടിഞ്ഞാറ് വശം കുഞ്ഞുമാക്കാൻ ചാലിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലായിരുന്നു അപകടം. ഇന്ന് രാവിലെ 10 മണിയോടെ പുതിയ സിലിണ്ടർ ഘടിപ്പിച്ച് പാചകം ചെയ്യുന്നതിനിടയിൽ പാചകവാതകം ചോർന്ന് തീപിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് മാറ്റിയതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി സിലിണ്ടറിലെ തീയണച്ചു. കണക്കൻകടവ് റെഗുലേറ്റർ പുനർനിർമ്മാണം നടത്തുന്നതിലുള്ള VD സതീശൻ MLAയുടെ നിഷേധാത്മക നിലപാടിലും പറവൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുത്തൻവേലിക്കര പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഇളന്തിക്കര 4 വഴിയിൽ നടത്തിയ സായാഹ്ന ധർണ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി അത് തകർന്നു കിടക്കുകയാണ്. ഈ പുത്തൻവേലിക്കരയും കുന്നുകരയും കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ അന്നമനട പഞ്ചായത്തും കൂഴൂർ പഞ്ചായത്തും പൊയ്യ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് കടക്കൻകടവ് റെഗുലേറ്റർ കമ്പനി അന്ന് പണിത്. പക്ഷെ റെഗുലേറ്റർ കുറെ കാലങ്ങളായി തകർന്ന് കേടുവന്ന് കിടക്കുകയാണ്. ഓരുവെള്ളം ഇങ്ങോട്ട് കയറുന്ന സാഹചര്യത്തിലാണ് കോഴിത്തുരുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി മണലടിച്ച് അവിടെ തടകെട്ടുകയാണ്. വലിയ മഴയുണ്ടാകുന്ന സമയത്താണ് കൊടൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകരും ആളുകളും പറയും ഇത് അടിയന്തരമായി തുറക്കണം, വലിയ പ്രക്ഷോഭമാണ്. ഞങ്ങളുടെ MLA വിളിക്കും, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ. ചിലപ്പോൾ നാട്ടുകാർ വന്ന് തുറക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഇടയ്ക്ക് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. കിസാൻ സഭ മണ്ഡലം വൈസ് പ്രസിഡന്റ് PV ലാജു അധ്യക്ഷത വഹിച്ചു. പ്രദു CPI പറവൂർ മണ്ഡലം സെക്രട്ടറി KP വിശ്വനാഥ്, കിസാൻ സഭ മാള മണ്ഡലം സെക്രട്ടറി PF ജോൺസൺ, കിസാൻ സഭ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുധി, കിസാൻ സഭ പറവൂർ മണ്ഡലം പ്രസിഡന്റ് MD വിനോദ്, കിസാൻ പറവൂർ മണ്ഡലം സെക്രട്ടറി MD പീതാംബരൻ, CPI ഇളന്തിക്കര ലോക്കൽ സെക്രട്ടറി ഷെറൂബി സെലസ്റ്റീന എന്നിവർ സംസാരിച്ചു. കൊരട്ടി പഞ്ചായത്തിൽ കാലങ്ങളായി തരിശായി കിടന്ന കൊരട്ടി സാമ്പ്രിക്കൽ പാടശേഖരത്തിൽ നടത്തിയ ജൈവകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മേലൂർ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി തരിശായി കിടന്ന 6 ഏക്കർ ഭൂമിയിൽ കർഷക കൂട്ടായ്മ ജൈവകൃഷി ഇറക്കി 100 മേനി വിളവെടുത്തത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക, വ്യാപാര മന്ത്രാലയം രൂപവൽക്കരിക്കുക തുടങ്ങിയ 29 ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നയിക്കുന്ന
വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. വൈകിട്ട് ചന്തപുരയിൽ എത്തിച്ചേർന്ന ജാഥയെ വ്യാപാരികൾ ചേർന്ന് പോലീസ് സ്റ്റേഷൻ മൈതാനിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന ജില്ലാ പര്യടന സമാപന സമ്മേളനം ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ, ചാലക്കുടി, കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളിലെ 15,000 വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറിന് ജാഥ ക്യാപ്റ്റൻ കൈമാറി. ജനുവരി 29 കാസർഗോട്ട് നിന്ന് ആരംഭിച്ച ജാഥ ഫെബ്രുവരി 13 തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും. സമേതം പദ്ധതിയുടെ ഭാഗമായ ചരിത്രാന്വേഷണ യാത്രകളുടെ എറിയാട് പഞ്ചായത്ത് തല യാത്ര GLP SKKVHSS എറിയാട് സ്കൂളിൽ നടന്നു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷക്കീർ അധ്യക്ഷനായ ചടങ്ങിൽ GLP SKVHS ഹെഡ്മാസ്റ്റർ നസീർ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, PTA പ്രസിഡന്റ് സിയാദ് KH എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും റെഗേലോ 2K24 നാഷണൽ കൾച്ചറൽ ഫെസ്റ്റും ഫെബ്രുവരി 8-9 തീയതികളിൽ ആഘോഷിക്കുമെന്ന് കോളേജ് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 8 രാവിലെ കോളേജ് ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടക്കും. ഉച്ചതിരിഞ്ഞ് റെഗേലോ 2K24 നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ഗോവിന്ദ് പത്മസൂര്യ ഉദ്ഘാടനം ചെയ്യും. 9 റാപ്റ്റർ ഡിസൈനർ ഫെസ്റ്റും ബ്രൂക്സി ഫാഷൻ ഷോ മത്സരവും നടക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സിനി, രാജേശ്വരി, ഫെലിക്സ്, ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ എന്നിവർ പങ്കെടുത്തു. പുലക്കാട്ടുകരയിൽ നടു റോഡിലിട്ട് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രധാന പ്രതികളായ 4 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോനിക്കര സ്വദേശി തോപ്പിൽ വിഷ്ണു നാരായൺ, മരത്താക്കര കനകശ്ശേരി ചീരമ്പുള്ളി അക്ഷയ് സി ദാസ്, കോനിക്കര പാറക്കുളത്ത് വിശാഖ്, കോനിക്കര ഐക്കര റോഷിത് എന്നിവരാണ് പിടിയിലായത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ 4 പേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ദർശന തിരുനാളിനും ഊട്ടുനേർച്ചയ്ക്കും കൊടിയേറി. സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയ വികാരി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ പോൾ തോമസ് കളത്തിൽ വചന സന്ദേശം നൽകി. ഫെബ്രുവരി 11 ഊട്ടുതിരുനാൾ ആഘോഷം. മാള മടത്തുംപടിയിൽ വാഹന അപകടം. ബൈക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് യുവാവ് മരിച്ചു. ഇളന്തിക്കര ചാൽക്കുടി വീട്ടിൽ വിജയന്റെ മകൻ 31 വയസ്സുള്ള സംജിത്താണ് മരിച്ചത്. പറമാട് ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ സിംജിത്തിനെ ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലിശ്ശേരി SNDP സ്കൂളിൽ സിൽവർ ജൂബിലിയും വാർഷികവും ആഘോഷിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള ആളാണ്, വ്യക്തിയാണ്. സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണ്. ലോകത്തിന് തന്നെ ഏറ്റവും നല്ല ദർശനം ഏത് എന്ന് ചോദിച്ചാൽ അത് ലോകത്തിന്, ഇന്ത്യക്കല്ല എന്നുള്ളതാണ്. ലോകത്തിന് തന്നെ ഏറ്റവും നല്ല ദർശനം നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. അതെല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ വാക്കുകളും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സമരം സോദരധ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒറ്റ വാക്ക് മാത്രം മതി ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാനും ചിന്തകളെ മാറ്റിയെടുക്കാനും. ജാതിപദഭേദമെന്നെ എല്ലാവരും ഒരുപോലെ കാണുന്നൊരു സമൂഹത്തെ സ്വപ്നം കണ്ട ആ നല്ല വ്യക്തിത്വത്തിലൂടെ തന്നെ അറിവ് നൽകുക എന്നുള്ള ആ നല്ല വശം തന്നെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാകേണ്ടത്. സ്കൂൾ മാനേജർ MS സജീവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് കലാകായിക പ്രതിഭകളെ ആദരിച്ചു. പ്രിൻസിപ്പൽ CD ജിന്നി, ബിജു കുന്നമ്പുറത്ത്, മാള SNDP യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിൻസി ജോഷി, അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു സതീശൻ, TV സുരേഷ് കുമാർ, PTA പ്രസിഡന്റ് MV പ്രസാദ്, VV മിനി എന്നിവർ സംസാരിച്ചു.
വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചീപ്പുംചിറ ഫെസ്റ്റ് 2024 കൊടിയേറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുകേഷ് പതാക ഉയർത്തി. ആദ്യ ദിന പരിപാടിയായ കവിയരങ്ങ് പ്രശസ്ത കവി സുധീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 11 വരെയാണ് ഫെസ്റ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കലാസാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. INTUC ജനറൽ സെക്രട്ടറി AT ജോസ്, തൃശൂർ റീജിയണൽ പ്രസിഡന്റ് മോഹൻ നാടോടി, യൂണിയൻ നേതാക്കളായ MS ഷാനവാസ്, സലീഷ് PS, NK ജയശ്രീ, PG ആന്റണി എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന കൃഷി പാഠശാല പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നെൽകൃഷി വിളവെടുപ്പിൽ പ്രായോഗിക പരിശീലനം നൽകി. കൊടകര മാരത്തോമ്പിള്ളി പാടശേഖരത്തിൽ നടത്തിയ കൊയ്ത്തുത്സവം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വാർഡ് മെമ്പർ ബിജി ഡേവിസ്, കൃഷി ഓഫീസർ PV സ്വാതി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് നെൽകൃഷിയിൽ പ്രായോഗിക പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണി എന്ന വീട്ടമ്മയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹർജിയുമായി ഹൈക്കോടതിയിൽ. എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ പറയുന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ബജറ്റിൽ പണം വകയിരുത്തി. മാളച്ചാലിൽ സ്ലൂയിസ് നിർമ്മാണം യാഥാർത്ഥ്യമാകും. സ്ലൂയിസ് നിർമ്മാണത്തിനായി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ മോഷണ പരമ്പര തുടരുന്നു. ഒരാഴ്ചക്കിടയിൽ ഇന്നലെ നടന്നത് 3ാമത്തെ മോഷണം. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.